ആശാ വർക്കർമാരെ ചേർത്ത് പിടിച്ച BJP ഭരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത്. കോട്ടയം ജില്ലയിലെ മുത്തോലി ഗ്രാമപഞ്ചായത്താണ് ആശാ വർക്കർമാർക്ക് വേണ്ടി പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാർ നൽകുന്ന 7000 രൂപ ഓണറേറിയം കൂടാതെ പ്രതിമാസം ഓരോ ആശാ വർക്കർക്കും 7000 രൂപ വീതം അധികമായി നൽകാനാണ് ഈ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ അവതരിപ്പിച്ച 2025-26 വർഷത്തെ ബഡ്ജറ്റിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ഇതിലൂടെ ഒരു ആശാ വർക്കർക്ക് പ്രതിവർഷം 84,000 രൂപയാണ് അധികമായി ലഭിക്കുക. നമ്മുടെ മുത്തോലി പഞ്ചായത്തിനെ സംബന്ധിച്ച് 13 വാർഡാണുള്ളത്, 13 ആശമാരാണുള്ളത്. അവരെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹോസ്പിറ്റലിലായിട്ടും വാർഡുകളിലായിട്ടും വർക്ക് ചെയ്യുന്ന നമ്മൾ നേരിട്ട് കാണുന്ന. പലപ്പോഴും ഓണറേറിയം പോലും അവർക്ക് കറക്റ്റ് കിട്ടാറില്ല. ഒക്കെ വന്ന് നമ്മളോട് വളരെ മോശം അവസ്ഥ ജീവിക്കുന്ന ആളുകൾ ആശമാർ മുഴുവൻ. അല്ല സാമ്പത്തികമുള്ളവരൊന്നുമല്ല. സാമ്പത്തികമുള്ളവരാണെങ്കിൽ ഈ തൊഴിലിന് ഇറങ്ങേണ്ട കാര്യമില്ല. ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോലും ഈ തുക കൊടുക്കുമ്പോൾ ഒരു 7000 രൂപ ഓണറേറിയം എന്ന് പറയുന്നത് ഒരു മാസം കൂലിപ്പണിക്ക് പോയാൽ പോലും അതിൽ കൂടുതൽ കാശ്, അല്ലെ മറ്റു ജോലികൾക്ക് പോയാൽ പോലും അതിൽ കൂടുതൽ കാശ് ലഭിക്കുമ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ ആശാ വർക്കർമാരെന്ന് പറയുന്നത്. അവർ കൊറോണ കാലത്ത് കോവിഡ് കാലത്തൊക്കെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചെന്ന് വേണമെങ്കിൽ പറയാം. അവർ ആളുകളുടെ അടുത്ത് പോവുകയും അവർക്ക് വേണ്ട മരുന്നുകൾ കൊടുക്കുകയും അവരെ വേണ്ട രീതിയിൽ നോക്കുകയൊക്കെ ചെയ്ത ഒരു കാലം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ആരോഗ്യപരമായ ഏത് പ്രശ്നം ഉണ്ടായാലും അവർക്ക് അവിടെ ചെന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തങ്ങളുടെ ജീവനോ തങ്ങളുടെ ഒന്നും നോക്കാതെ അത് പണയപ്പെടുത്തി തന്നെയാണ് അവരവിടെ ചെല്ലുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആശമാരുടെ സമരം ആരംഭിച്ചത്. ആശമാരുടെ സമരം ആരംഭിച്ചു നമ്മുടെ പഞ്ചായത്തിലെ ആശമാരും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവരൊക്കെ വളരെ വേദനയോടുകൂടിയാണ് നമ്മളോട് സംസാരിച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മേലെ ഉള്ള വേതനം പോലും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അപ്പോൾ ആലോചിച്ചപ്പോൾ അതുപോലെ പാർട്ടി സംവിധാനത്തിലൂടെ അനുവാദം ചോദിച്ചു. അപ്പം അങ്ങനെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ അവരെ സംബന്ധിച്ച് ഒരു 20,000 രൂപയിലും കൈ കിട്ടുന്ന രീതിയിലൊരു വേതനം അവർക്കുണ്ടാകണം. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന 7000 രൂപയാണ് ഓണറേറിയം. അപ്പോൾ അതിന് തുല്യമായ ഒരു തുക തന്നെ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു, 7000 രൂപ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ രണ്ട് തുകയും കിട്ടുവാണെങ്കിൽ ഏതാണ്ട് 14,000 രൂപ അവർക്ക് മാസം ലഭിക്കും. അതുകൂടാതെ ഇൻസെൻറ്റീവായിട്ടും ആശമാരുടെ പ്രവർത്തനങ്ങളുണ്ട്. ഒരു മാസത്തെ പ്രവർത്തനങ്ങൾക്ക് ഒരു 3,000 രൂപ അവർക്ക് അഡീഷണലായിട്ട് കിട്ടുന്നുണ്ട്. ഒരു 20,000 രൂപയെങ്കിലും അവർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ജീവിതമാർഗം കൂടിയാണ്. കാരണം ഏത് അസുഖം വന്നാലും ഇവരാദ്യം ഓടിയെത്തും. അവർക്ക് വേണമെങ്കിലും അസുഖം പിടിക്കാം, ഇല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് അവർ അർഹതപ്പെട്ടവരാണ്. പണിയെടുക്കുന്ന ആളുകൾക്ക് കാശ് കൊടുക്കണം, അല്ലാതെ പണിയെടുക്കാതിരിക്കുമല്ല. അവർ പണിയെടുക്കുന്നവർ. അപ്പോൾ പണിയെടുക്കുന്നവർക്ക് കാശ് കൊടുക്കണം. അത് നമ്മുടെ ഒന്നും ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്, അല്ലേ? ഏത് തൊഴിൽ മേഖലയാണെങ്കിലും അവർക്ക് കാശ് കൊടുക്കണം. കാശ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ധാരാളം സാമ്പത്തികങ്ങൾ പൈസകൾ അനാവശ്യമായി ചിലവഴിക്കുന്ന കാലത്താണ് നമ്മൾ ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ എല്ലാവരും ചിലവഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ടത് കൊടുക്കുക, വേണ്ട ആളുകൾക്കൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് കേരളത്തിൽ രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ തുക കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ ആദ്യമായിട്ട് തന്നെയാണ് ഇത്രയും വലിയൊരു തുക. അതുകൊണ്ട് 84,000 രൂപ ഒരു ആശയ്ക്ക് ഒരു വർഷം നമ്മൾ കൊടുക്കണം, അധിക വേതനം. അപ്പോൾ ഏതാണ്ട് 12 ലക്ഷത്തോളം രൂപ നമ്മളത് വക വിളിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന് തനത് ഫണ്ടിൽ നിന്ന്, ഓൺ ഫണ്ടിൽ നമ്മൾ കൊടുക്കുന്നത്. കാരണം വെച്ചാൽ സർക്കാർ എന്ന പ്ലാൻ ഫണ്ട് അല്ലെങ്കിൽ ഒക്കെ നമുക്ക് ഈ തുക കൊടുക്കാൻ പറ്റത്തില്ല. അത് പല മേഖലയ്ക്കായിട്ട് വീതം വെച്ച് കൊടുക്കേണ്ട. ഇത് പഞ്ചായത്തിന് ലഭിക്കുന്ന ടാക്സ് അല്ലെ വരുമാനത്തിൽ നിന്നാണ് നമ്മൾ ഈ പൈസ വക വെച്ചിരിക്കുന്നത്. അത് ഓൺ ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അവർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ പ്രതീക്ഷയുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇല്ലെങ്കിൽ നമ്മൾ കോടതി മുഖേനയാണെങ്കിലും നമുക്കിത് മുമ്പോട്ട് പോകാൻ സാധിക്കും. മുന്നോട്ട് പോകാനാണ് തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ പണ്ട് നമ്മൾ സത്യത്തിൽ ജനങ്ങളോട് ടാക്സ് പിരിക്കുന്നുണ്ട്, അതുപോലെ ലൈസൻസ് ഫീകൾ പിരിക്കുന്നുണ്ട്, തൊഴിൽക്കരങ്ങൾ പിരിക്കുന്നുണ്ട്, പഞ്ചായത്തിന് വരുമാനങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ഏതാണ്ട് 10 ലക്ഷം രൂപ ഒരു മെമ്പറിന് തനത് ഫണ്ട് കൊടുത്ത പഞ്ചായത്താണ്. ഏതാണ്ട് 1,30,00,000 രൂപ. അപ്പം ജനങ്ങൾക്ക് തരുന്നത് ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓൺ ഫണ്ട് ഉണ്ട്. നമുക്ക് ഓൺ ഫണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് കൊടുക്കാം. അപ്പം ഈ ഒരു പുതിയ തീരുമാനം അറിയിച്ചതിന് ശേഷം ആശമാരുടെ ഒരു പ്രതികരണമൊക്കെ എന്താണ്? തീർച്ചയായിട്ടും അവരെന്നെ വിളിച്ചിരുന്നു. പ്രസിഡന്റിനെ ഞങ്ങൾ സ്വീകരണം തരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട,
നിങ്ങൾ നമ്മുടെ ഒരു ഭാഗമാണ്, മുത്തോലി പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർക്കെല്ലാം വളരെ സന്തോഷമാണ്, അവർ വളരെ നന്ദി എല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു ഭാഗമാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളാണ്. കാരണം മറ്റു പഞ്ചായത്തുകൾ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഓൺ ഫണ്ടുള്ള പഞ്ചായത്തുകൾ, അതായത് ഓൺ ഫണ്ട് ഇല്ലാത്ത പഞ്ചായത്തുകൾക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം പഞ്ചായത്തിൻ്റെ ശമ്പളം കൊടുക്കുന്നത് തന്നെയും പഞ്ചായത്തിൽ നിന്ന് തന്നെയാണല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണല്ലോ. അപ്പം ചില പഞ്ചായത്തുകൾക്ക് ഫണ്ടുകൾ കുറവായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഹാപ്പിയാണ്, ആശമാരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി, അവർക്ക് കൊടുക്കാൻ സാധിച്ചല്ലോ. ഈ പഞ്ചായത്തിലെ 2 ആശാ വർക്കർമാർ ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ്. അപ്പം മറ്റൊരു പഞ്ചായത്തും നടപ്പിലാക്കാത്ത ഒരു പുതിയ തീരുമാനം, പ്രതിമാസം 7000 രൂപ നിങ്ങൾക്ക് ഈ പഞ്ചായത്ത് അധികമായി നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പാടുണ്ട്. ആശാവർക്കർ പ്രവർത്തനം എല്ലാവർക്കും അറിയാം. കോവിഡ് കാലത്തൊക്കെ ഞങ്ങൾ ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഒരു 1000 രൂപ കിട്ടിയാൽ അതിൻ്റെ ഇരട്ടി പണിയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ 7000 രൂപ ഞങ്ങൾക്ക് ഓണറേറിയം കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പോലും 3-4 മാസം കൂടുമ്പോഴാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം സമരത്തിന് ഇറങ്ങിയിരുന്നത്. ഈ അവസരത്തിൽ ഇന്നലത്തെ ബഡ്ജറ്റിൽ 7000 ഞങ്ങൾക്ക് അനുവദിച്ചു എന്ന് പറഞ്ഞ് ന്യൂസ് കണ്ടപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അത് കൈ കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. ഈ ഭരണസമിതിയോടും ഞങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. മറ്റൊരു പഞ്ചായത്ത് നടപ്പിലാക്കി കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാ ന്യൂസും കാണുന്നതുകൊണ്ടാണ്. 1000 രൂപയൊക്കെ കൂട്ടിയ പഞ്ചായത്ത് ഉണ്ടെന്ന് കണ്ടു. പക്ഷേ ഇവിടെ ഒരു 7000 ഒറ്റയടിക്ക് 7000 കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ ഒരു 7000 കൂട്ടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷകരമായ അത് തന്നെ വളരെയധികം വർധനവ് തന്നെയാണ്. അത് കൈ കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭരണസമിതിയോട് എന്നും കടപ്പാടുണ്ട്. അതിൻ്റെ നന്ദി അറിയിക്കുന്നു. 84,000 രൂപയാണ് ഒരു വർഷം അധികമായി കിട്ടാൻ പോകുന്നത്. അതെ, അങ്ങനെയാണ് ബജറ്റ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷം. പഞ്ചായത്ത് ഭരണസമിതിയുടെ പുതിയ തീരുമാനം ആശാ വർക്കർമാർക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. 84,000 രൂപയാണ് ഒരു ആശാ വർക്കർക്ക് പ്രതിവർഷം അധികമായി ലഭിക്കുന്നത്. മറ്റു പഞ്ചായത്തുകളും മുത്തോലി പഞ്ചായത്തിനെ മാതൃകയാക്കട്ടെ എന്നാണ് മറ്റുള്ള ആശാ വർക്കർമാരും പറയുന്നത്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടീം.